യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനാൽ അടുത്ത ആഴ്ച മുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുമുള്ള ആളുകൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നുള്ള വലിയ വിഷയവുമായി പരിചയമുള്ള പല വൃത്തങ്ങളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളുടെ സുരക്ഷ സൂക്ഷ്മ പരിശോധന അപകട സാധ്യതകൾ അവലോകനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പേര് വെളിപ്പെടുത്താത്ത പല മാധ്യമങ്ങളും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്നും എന്നിരുന്നാലും വിശദാംശങ്ങൾ വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ സാധൂകരിക്കുന്നു. അഭയാർത്ഥി വിസകൾക്കോ പ്രത്യേക കുടിയേറ്റ വിസകൾക്കോ കീഴിൽ യു.എസിൽ പുനരധിവസിക്കാൻ അനുമതി ലഭിച്ച 10,000-കണക്കിന് അഫ്ഗാനിസ്ഥാനികൾക്ക് ഈ നിർദ്ദിഷ്ട നിരോധനം വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ 2 പതിറ്റാണ്ട് നീണ്ട യുദ്ധത്തിൽ യു.എസിന്റെ ശ്രമങ്ങളെ സഹായിച്ചതിന് ഈ അഫ്ഗാനികൾ താലിബാൻ പ്രതികാര നടപടിയുടെ ഭീഷണിയുടെ മുൾമുനയിലാണ്. താലിബാൻ ഭീകര സംഘടന ഇപ്പോഴും രാജ്യത്ത് വ്യാപകമായ വലിയ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് യു.എസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാരെ പുനർപരിശോധിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. തീവ്രമായ പരിശോധനയിലൂടെ ദേശീയ സുരക്ഷാ ഭീഷണികൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ഇത് നടപ്പാക്കുകയും ചെയ്തു. അപര്യാപ്തമായ സ്ക്രീനിംഗ് കാരണം യാത്ര നിയന്ത്രിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയ്ക്കായി മാർച്ച് 21-നകം തന്നെ ശുപാർശകൾ സമർപ്പിക്കാൻ ഈ ഉത്തരവ് നിരവധി സർക്കാർ ഏജൻസികളോട് നിർദ്ദേശിച്ചതായി പ്രമുഖ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വിശാലമായ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ യാത്രാ പരിശോധന നടക്കുന്നത്. ആ പ്രസംഗത്തിനിടെ ഗാസ, ലിബിയ, സൊമാലിയ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സുരക്ഷാ ഭീഷണിയാണ് കരുതുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം നിയന്ത്രിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ കുടിയേറ്റ നയവും നടപ്പാക്കി. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനും പൂർണ്ണ യാത്രാവിലക്കിന് വിധേയമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവലോകനത്തിന് മേൽനോട്ടം വഹിക്കുന്ന യു.എസ്. സ്റ്റേറ്റ് നീതിന്യായം, ആഭ്യന്തര സുരക്ഷ, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് എന്നീ വകുപ്പുകൾ അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. പുനരധിവാസത്തിന് അനുമതി ലഭിച്ച അഫ്ഗാനികളുടെ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ടെന്നും ഇത് ആഗോളതലത്തിൽ വരെ ഏതൊരു ജനസംഖ്യയെക്കാളും ഉയർന്ന പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതായും ഒരു സ്രോതസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാൻ സ്ഥലമാറ്റ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് പുതിയ നിരോധനത്തിൽ നിന്നും SIV ഉടമകൾക്ക് ഇളവ് നേടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അംഗീകാരങ്ങൾ ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. കുടിയേറ്റത്തിന്റെ നയങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ നിലപാട് എത്രത്തോളം രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിലും ഭീഷണി നിലനിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇപ്പോൾ സർവത്രമായ രീതിയിൽ ഒരു യുദ്ധരാജ്യങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഭീഷണിയുടെ മുൻമുനയിലാണ്.